ഡോക്ടർ ഷെഫീഖ് ഇൻ ടോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് ഈ കഫം കെട്ട് അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ് പലപ്പോഴും കാണാറ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ കഫക്കെട്ട് കയറി ന്യൂമോണിയ ആവോ, കുട്ടിക്ക് പെട്ടെന്ന് തന്നെ അത് പ്രതിരോധ ശേഷി തീരെ തടുക്കാൻ പറ്റാതിരിക്കുമോ? പിന്നെ ചില രക്ഷിതാക്കൾ അത് നിസ്സാരമായിട്ട് കാണാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ഡോക്ടർ ഒന്ന് വിശദമായിട്ടൊന്ന് പറയണം. ശരിക്ക് കഫക്കെട്ട് എന്ന് പറയുന്നത് ശരിക്ക് ഒരു കുട്ടികളിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഒരു ഒ പിയിൽ വരുന്ന കേസുകളാണ്. അപ്പോൾ ഇന്ന് അത് കഫക്കെട്ട് എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് സത്യത്തിൽ കുട്ടികളുടെ അസുഖം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് കഫക്കെട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് ജലദോഷം ഒരു മൂക്കടപ്പ് മാത്രമാവാം, ചിലപ്പോൾ ബാക്കിലോട്ട് ഒലിച്ചു വന്നിട്ടില്ല ഒരു ചുമയാവാം, ചിലപ്പോൾ അലർജിയുടെ വലിവ്, ശ്വാസം മുട്ട് ഇതാവാം. അല്ലെങ്കിൽ കുട്ടി സപ്പോസ് ഒരു കുട്ടി ഛർദ്ദിച്ച് അതിൽ ഇത്തിരി കഫം കണ്ട് അതിനും കഫക്കെട്ട് എന്നാ പറയാം. കുട്ടി വയറ്റുനിന്ന് പോയിട്ട് ആ വയറ്റുനിന്ന് പോയില്ല കഫം കണ്ട് അതും കഫക്കെട്ടാണ്. അപ്പൊ ഈ നാട്ടില് കഫക്കെട്ട്, നമ്മുടെ നാട്ടിലെ ഈ വടക്കേ കേരളത്തിൽ പറയുന്നത് കഫക്കെട്ട്, തെക്കിലാകുമ്പോൾ കുറുകുറുപ്പ് എന്ന് പറയുന്ന ഒരസുഖം. ചില അസുഖങ്ങൾ സീരിയസ് ആണ്, ചിലത് സീരിയസ് അല്ല. പക്ഷെ നാട്ടിൽ എല്ലാവർക്കും ഒരു കഫക്കെട്ട് എന്ന് പറയുന്ന ഒരു വാക്ക്, ഒരു ആന്റിബയോട്ടിക് കുടിക്കുന്ന ഒരു അസുഖമായിട്ടാണ് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്ന അസുഖം. അപ്പൊ സത്യത്തില് ഒരു ജലദോഷവും മൂക്കടപ്പവും വന്നു കഴിഞ്ഞാൽ ഒരു ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല. തെറ്റായിട്ടൊരു ചികിത്സാ രീതിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ജലദോഷം, കഫക്കെട്ട് അല്ലെങ്കിൽ കഫക്കെട്ട് എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് മരുന്ന് പിടിക്കുന്ന ആൾക്കാരാണ് കാണുന്നത്. അപ്പോൾ അത് വിദ്യാഭ്യാസത്തിന്റെ കുറവായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജലദോഷം, കഫക്കെട്ട് അല്ലെങ്കിൽ ഒരു മൂക്കടപ്പ് ജലദോഷം, ഓക്കെ, നമ്മളൊരു ജലദോഷത്തിന്റെ മരുന്നും ഒരു മൂക്കിലേക്കുള്ള മരുന്നും കൊടുത്താൽ കുട്ടിക്ക് സുഖാവുന്നതാകാം. പക്ഷെ അതിൽ ബുദ്ധിമുട്ടാവുന്ന അസുഖങ്ങളാണ് നെഞ്ഞിലെ കഫം കൂടിയിട്ട് വലിവ് വരുന്ന ശ്വാസം മുട്ട്. അത് ഒരു അലർജിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂമോണിയയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ന്യൂമോണിയ സീരിയസ് കണ്ടീഷനാണ്. അത് നിങ്ങൾ ഒരു ആന്റിബയോട്ടിക് മാത്രം കുടിച്ച അസുഖം മാറുന്നതല്ല. അതിന് ചികിത്സ രീതികൾ വേറെ ഉണ്ട്. ഇപ്പൊ നെബുലൈസ് ചെയ്യേണ്ട ആവശ്യം വരാം, അതിന് അതിൻ്റെതായിട്ടുള്ള തക്കതായിട്ടുള്ള മരുന്നുകൾ വേണ്ടി വരാം. ഈ കൂടെ വരുന്ന അസുഖങ്ങൾ, ഈ ന്യൂമോണിയ അല്ലെങ്കിൽ നെഞ്ഞിലെ വലിവ്, ശ്വാസം മുട്ട് എന്നിവ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിന്റെ ചികിത്സകളായിട്ട് മറ്റു പല രീതികളുണ്ട്. അതായത് അസുഖങ്ങൾ വരാതിരിക്കല്ല ഇന്നേലർ തെറാപ്പികളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഏത് സ്റ്റേജുകാർക്കാണ് ഏറ്റവും കൂടുതൽ അത് കുറച്ച് പ്രശ്നമായിട്ട് മാറാൻ സാധ്യത? ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കുട്ടികളിൽ അണ്ടർ 5 വീസിൽ, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് അധികം ചുമ കൂടിയിട്ട് കഫം കെട്ടിട്ട് വലിയ വരുന്ന അസുഖം വരുന്നത്. അത് മൂക്കൊലിപ്പുമായിട്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇത് ജലദോഷം അതിനൊരു കാരണമാവാം. ജലദോഷം, മൂക്കടപ്പ്, ഒരു വൈറൽ പനി എന്നിവ കാരണം കൊണ്ട് അവന് അലർജി, അല്ലെങ്കിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന പാരമ്പര്യത്തിലുള്ള അലർജി കുട്ടിക്കും ഉണ്ടാവാം. ആ കുട്ടി ഒരു കാരണമായിരിക്കാം ജലദോഷം, മൂക്കടപ്പ് അല്ലെങ്കിൽ ഒരു വൈറൽ പനി. ഇത് കാരണം, അല്ലെങ്കിൽ ഒരു പൊടിയുടെ അലർജി, പൊടി തട്ടുന്ന സ്ഥലത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇത് കാരണം അവന് നെഞ്ഞില് കഫം കൂടിയിട്ട് അവന് ശ്വസിക്കാൻ പ്രയാസമാവും. ഇത് കുട്ടികളുടെ അസുഖങ്ങൾ കൃത്യമായിട്ട് ഒരു അമ്മയോ അച്ഛനോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ശരിക്കും ഞാൻ എൻ്റെ ഒപ്പിയിൽ പറയുന്ന, നിങ്ങളെ കുട്ടിയുടെ നെഞ്ഞിൽ ചെവി വെച്ച് നോക്കുക എന്ന് പറയുന്നത്. ചെവി വെച്ച് നോക്കിയാൽ തന്നെ ഏകദേശം ആ കുട്ടിയുടെ നെഞ്ഞിലെ വലിവ്, ശ്വാസം തിങ്ങലൊക്കെ അവർക്ക് മനസ്സിലാവാം. അതിനൊരു ആന്റിബയോട്ടിക് മാത്രം കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു ആന്റിബയോട്ടിക് മാത്രം കുടിച്ചാൽ ഈ അസുഖങ്ങൾ മാറാൻ സാധ്യതയില്ല. അതിൻ്റെതായിട്ടുള്ള ചികിത്സകളുണ്ട്. ശ്വാസം മുട്ട് കൂടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ചിലപ്പോൾ ഓക്സിജന്റെ അളവ് കുറയാം. ഓക്സിജൻ അളവ് കുറഞ്ഞാൽ തലച്ചോറിനെ അത് ബാധിച്ച് കുട്ടിക്ക് ഇറിറ്റബിലിറ്റി, ഭയങ്കര വാശിയും കരച്ചിലും കൂട്ടാം. ആ ഒരു കരച്ചിൽ കുറയ്ക്കണമെങ്കിൽ കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് ഓക്സിജൻ വെച്ച് നെബുലൈസ് ചെയ്താൽ തന്നെ, ശ്വാസം കുട്ടി നേരെ വണ്ണം വലിച്ചാൽ തന്നെ കുട്ടിക്ക് അത് കരച്ചിൽ തന്നെ കുറഞ്ഞു പോകും. അപ്പൊ ആ ചികിത്സാ രീതികൾ പലതുമാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഇതൊന്നും അറിയാതെ അവരെന്ത് ചെയ്യും, നേരെ പോയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ആന്റിബയോട്ടിക് കുടിക്കുന്നു. അങ്ങ് അസുഖം കൂടി അങ്ങ് എത്തുന്ന സമയത്തായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടാവുക. ഈ നെബുലൈസേഷനെ കുറിച്ച് നമുക്കൊരു എപ്പിസോഡ് അടുത്തൊന്ന് ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു ഓൺലൈൻ ക്ലാസ് കൊടുക്കണം ശരിക്കും. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജ് കൈവിട്ടു പോകുമ്പോഴാണ് ആളുകൾ വരിക എന്നുള്ളത്. ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ വരിക എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് ചികിത്സാ ചെലവ് കൂട്ടുകയും അതുപോലെ തന്നെ കുട്ടിക്ക് വളരെയധികം ക്രിട്ടിക്കലാവാൻ സാധ്യതയാണ് നമുക്കിപ്പോ കാണുന്നത്. അങ്ങനെ തന്നെ അല്ലേ ശരിക്കും? പിന്നെ ഏറ്റവും ആ ഏജിന്റെ ആ ഒരു പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്ന ഒരു 5 വയസ്സിന്റെ ഉള്ളിലുള്ളവർക്കാണ് കൂടുതൽ ശരിക്കും അത് കാണുന്നതും അതിന്റെ ഒരു
ഒരു ഹെവി ഡോസേജിൽ അത് അവർക്ക് എഫക്ട് അവരുടെ ബോഡിനെ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. അപ്പൊ അതിൽ രക്ഷിതാക്കൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിന്റെ ആ സ്റ്റേജസ് ഈ ഡോക്ടർ പറഞ്ഞാലും വേറെ എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കാനുണ്ടോ ഉപദേശത്തില്? അതെ, ഇത് ഞാനിപ്പോ പറയുന്ന വെച്ചാൽ ഇപ്പോ കുട്ടികളുടെ ചികിത്സ, കുട്ടികളുടെ ലങ്സ് എല്ലാവരോടും പറയാനില്ല, കുട്ടികളുടെ ലങ്സ് പുതിയ ലങ്സ് ആണ്, ജനിച്ച ഉടനെയുള്ള ലങ്സ് ആണ്. അതിലൊരു ഇൻഫെക്ഷൻ, ഒരു വീസിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ശ്വാസനിങ്ങല, ഒരു വലിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള ചികിത്സകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാതിരി നല്ലപോലെ ചികിത്സകളുണ്ട്. അതിനൊരു ചികിത്സാ രീതിയാണ് ഇൻഹേലർ തെറാപ്പി. ആ ഇൻഹേലർ തെറാപ്പി കൃത്യരീതിയിൽ അത് ഡോക്ടറുടെ ഫോളോ അപ്പിൽ, അത് ഡോക്ടർ ഓരോ 3 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒന്ന് വരാൻ പറഞ്ഞ ഫോളോ അപ്പിൽ കൃത്യമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ചികിത്സ കൃത്യമായിട്ട് പോയാൽ ലങ്സിലെ ബ്രോങ്കസിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, സ്ട്രക്ചറൽ ചേഞ്ചസിലാവാതിരിക്കാൻ അത് കൂടുതലായിട്ട് സഹായിക്കും. അപ്പോൾ അത് ചേഞ്ചസ് കൂടുതൽ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഭാവിയിലെ കുട്ടിക്ക് നമ്മുടെ ഒരു എലാസ്റ്റിക് നേച്ചറാണ് ഈ ബ്രോങ്കസിനെല്ലാം. ആ എലാസ്റ്റിക് നേച്ചർ പോകുന്നതിന് മുമ്പേ, ഫൈബ്രോസിസ് ആവുന്നതിന് മുമ്പേ കൃത്യമായ ചികിത്സയിൽ രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിലെ ഒരു 20 വയസ്സിന് ശേഷമുള്ള ആസ്മ, ബ്രോങ്കിയൽ ആസ്മ ആ രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ചികിത്സാ രീതിയിലോട്ട് പോകണം. അതിന് ഇന്ന് തക്കതായ ഇൻഹേലർ തെറാപ്പി ഉണ്ട്. കൃത്യമായിട്ട് ആനുവലി എടുക്കുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട്. ഈ ഇൻഫ്ലുവൻസ വാക്സിൻ കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോയാൽ കുട്ടി കൃത്യമായി അവൻ്റെ സ്കൂളിൽ പഠനം കൃത്യമായ ഓരോ ദിവസം ലേറ്റ് ഇല്ലാതെ വൈകാതെ അവന് പോകാൻ പറ്റും. അവന് അസുഖങ്ങളില്ലാതെ അവന് കൃത്യമായി അവൻ്റെ ജോലി അന്നത്തെ ജോലി കൃത്യമായി വളരുക, വെയിറ്റ് വെക്കുക, ഉയരം വെക്കുക, ഇതെല്ലാം അവന് ചെയ്യാൻ പറ്റും. അവന് മറ്റു കുട്ടികളെ പോലെ, അതായത് നിങ്ങളെ തൊട്ട അയൽവക്കത്തെ കുട്ടികൾ, അയൽവാസികളെ കുട്ടികൾ കളിക്കുന്ന പോലെ അവന് കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവനെ കുട്ടിയെടുത്ത് നിങ്ങളെ ഒരു പാർട്ടിയിൽ പോവാനോ ഒരു അംഗൻവാടിയിലോട്ട് വിടാനോ പേടിയില്ലാതെ വിടാനോ കൃത്യമായി നമുക്ക് ചികിത്സ സംവിധാനം ഉപയോഗിക്കാൻ പറ്റും. അത് കൂടാതെ തന്നെ കുറച്ച് ആള് വലുതായി വരുമ്പോ ആ ചില വലിയ ആളുകളും പലപ്പോഴും അതേപോലെ ഈ ശ്വാസമുട്ടൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കാണാം. പലപ്പോഴും ചെറുപ്പത്തിലുള്ള കെയറിങ്ങിൽ പറ്റുന്ന മിസ്റ്റേക്കുകളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അതിന്റെ ഒരു? എല്ലാ അസുഖത്തിനും നേരത്തെ ചികിത്സ ചെയ്താൽ അതിന് നല്ലപോലെ മാറ്റങ്ങൾ വരും. അത് എത്രത്തോളം വഴുകുന്നോ, അത് ഏത് അസുഖമാണെങ്കിലും എത്രത്തോളം വഴുകുന്നോ അതിന്റെ കോംപ്ലിക്കേഷൻസിലോട്ട് പോവാതിരിക്കാൻ നോക്കുക. അത് ഏത് അസുഖം, ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ജലദോഷം, പനി, അല്ല ഒരു മൂക്കടപ്പ്, അത് ജസ്റ്റ് മൂക്കിലേക്കിടും വഹിക്കുന്ന ജലദോഷം മരുന്ന് ആ സമയത്ത് വേണ്ടി വരും. അതേ സമയത്ത് ഇപ്പോൾ ജലദോഷവും മൂക്കടപ്പും പിടിച്ച് ആ കുട്ടിയുടെ ഉൾച്ചെവിയിൽ അണുബാധ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടിക്ക് ആന്റിബയോട്ടിക്കിന്റെ ആവശ്യം വരും. അപ്പോൾ ജസ്റ്റ് ആദ്യ ഇനീഷ്യൽ ചികിത്സകളും വൈകിയ ചികിത്സകളും തമ്മിൽ വ്യത്യാസമാണ്. ഇതാണ് മനസ്സിലാവുക. ഈ മരുന്നുകൾ ചിലർ 2 ദിവസം 3 ദിവസം കഴിച്ച ഉടനെ ഭേദമാവുമല്ലോ. അപ്പൊ ചിലർ ആ മരുന്ന് അങ്ങ് നിർത്തിക്കളയും. കാരണം ഇംഗ്ലീഷ് മരുന്ന് ദോഷമാണ്, പക്ഷെ അത് തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയപ്പോഴേ ഉടനെ നിർത്തിക്കളയും. അവരോട് എന്താ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി കാണുന്ന ഒരു പ്രശ്നമാണ് അത്. ഞങ്ങൾ ഡോക്ടർമാർ സ്ഥിരമായി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അത്. ഒരു കുട്ടിക്ക് കൃത്യമായി, ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് ഒരു ചെവിയിലെ പഴുപ്പ്, കുട്ടിക്ക് ജലദോഷവും മൂക്കടപ്പും പിടിച്ച് ഉൾച്ചെവിയിലെ നമ്മുടെ AOM, അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ, അതിലുണ്ടായിരുന്ന പഴുപ്പ് ചികിത്സ വേണ്ടത് ശരിക്കും 7 to 10 days, 7 ദിവസം മുതൽ 10 ദിവസം വരെ. ശരിക്കും ഒരു സീറസ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന അസുഖത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 10 days ആന്റിബയോട്ടിക് കൊടുക്കണം എന്ന് പറയാം. ആ 10 days ആന്റിബയോട്ടിക് കൊടുക്കാതെ ഒരു കുപ്പി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. കുപ്പി എന്ന് പറഞ്ഞാല് ആകെ ഇപ്പോൾ സപ്പോസ് ഒരു ആന്റിബയോട്ടിക് 2 സ്ട്രെങ്ത്തിലേ ഇറക്കുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ മോക്സ്ക്ലാവ് 227, 457 ആ റേഞ്ചിലാണ് വരുന്നത്. ഈ 2 ആന്റിബയോട്ടിക് വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് തരുന്നത്. ആ വെയിറ്റ് കൃത്യ അളവിൽ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 1 കുപ്പിയാവാം, ചിലപ്പോൾ 2 കുപ്പിയാവും, ചിലപ്പോൾ 3 കുപ്പിയും വേണ്ടി വരും. അപ്പോൾ എല്ലാവരും 1 കുപ്പി കൊടുത്തു, ഞങ്ങൾ ഇതേ ഉള്ളൂ, കഫക്കെട്ടിന്റെ മരുന്ന് കൊടുത്തു എന്ന് പറയുമ്പോൾ അസുഖം പൂർണ്ണമായി ചികിത്സിക്കണം എന്നില്ല, ചികിത്സയായി കിട്ടിയെന്ന് വരില്ല. ആ മരുന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് വലിയൊരു ദോഷം തന്നെ. അത് ആന്റിബയോട്ടിക് നമ്മുടെ റെസിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും ഫേസ് ചെയ്യുന്നത് ആന്റിബയോട്ടിക് അനാവശ്യമായി യൂസ് ചെയ്യുന്നതും ആന്റിബയോട്ടിക് കൃത്യമായി ഉപയോഗിക്കാത്തതുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഡോക്ടർമാരെന്ന രീതിയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾ വല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും താങ്ക് യു.